ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിനാൽ ശബരിമലയിലെ വെർച്വൽ ക്യൂ ബുക്കിംഗിന് അപ്രഖ്യാപിത നിയന്ത്രണമെന്ന് പരാതി. 19-20 തീയതികളിൽ ഓൺലൈൻ ബുക്കിംഗ് നടത്താൻ കഴിയുന്നില്ല എന്നാണ് ആരോപണം. ശബരിമലയുടെ വികസനത്തിന്റെ പേര് പറഞ്ഞ് ഈ മാസം 20-ാം തീയതി പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നിക്ഷേപ സമാഹരണ യജ്ഞം അതിന്റെ ഭാഗമായിട്ട് കന്നിമാസ പൂജകൾക്കായി ശബരിമലയിലേക്ക് എത്തിച്ചേരുന്ന സാധാരണ അയ്യപ്പ ഭക്തന്മാർക്കുള്ള വെർച്വൽ ക്യൂ നിഷേധിച്ചുകൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും VIP ഭക്തർക്കായി ദർശന സൗകര്യവും അവിടെ താമസ സൗകര്യവും ഒക്കെ ഒരുക്കുന്നത്. ഈ നടപടി അത്യന്തം പ്രതിഷേധാർഹമാണ്. എതിരെ കോടതിയെ സമീപിക്കുവാനാണ് ആചാര സംരക്ഷണ സമിതി അടക്കമുള്ള ഹിന്ദു സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. AV ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഇതിൽ VVIPകൾക്കും VIP-കൾക്കും ഒക്കെ സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായി സാധാരണ ഭക്തർക്ക് അവസരം നിഷേധിക്കുന്നു എന്നതാണല്ലോ ആരോപണം. ആരാണ് ഈ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്? ഇതിൽ ദേവസ്വം ബോർഡ് പറയുന്നത് എന്താണ്? അതായത് അനുജ, ഈ ആചാര സംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളാണ് ഇത്തരത്തിൽ 19-20 തീയതികളിൽ ശബരിമലയിൽ എത്താൻ ആഗ്രഹിക്കുന്ന അയ്യപ്പ ഭക്തർക്ക് ദർശനത്തിനുള്ള അവസരം നിഷേധിക്കുന്നു എന്ന ഒരു ആക്ഷേപവുമായി രംഗത്ത് നിലവിലെത്തിയിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ആഗോള അയ്യപ്പ സംഗമം ശബരിമലയിൽ നടക്കുന്നുണ്ട്. 20-നാണ് ദേവസ്വം ബോർഡ് നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമം. ഇതിൻ്റെ ഭാഗമായി അപ്രഖ്യാപിത വിലക്ക് ഈ ശബരിമല ദർശനത്തിന് ഏർപ്പെടുത്തിയെന്നാണ് ഈ ആചാര സംരക്ഷണ സമിതി അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ നിലവിൽ ആരോപണം ഉന്നയിക്കുന്നത്. അതായത് 19-20 തീയതികളിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി ഇത്തരത്തിൽ ദർശനത്തിനായി സ്ലോട്ട് എടുക്കാൻ സാധിക്കില്ല എന്ന് ഇവർ പറയുന്നു. ഈ ഭക്തരെ തടഞ്ഞാൽ ശക്തമായി പ്രതിഷേധിക്കുമെന്നൊരു നിലപാടാണ് ഈ ഹൈന്ദവ സംഘടനകൾ നിലവിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഒരു നടപടി ആവശ്യപ്പെട്ട്, ഒരു ഇടപെടൽ ആവശ്യപ്പെട്ട് കോടതി ഉൾപ്പെടെ സമീപിക്കാനുള്ള ഒരു ആലോചനയും ഇത്തരത്തിൽ ഹൈന്ദവ സംഘടനകൾക്കുണ്ട്. നിലവിലെ ഈ സമയപ്രശ്നമൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും ഹൈക്കോടതി ഉൾപ്പെടെ സമീപിക്കാനാണ് സാധ്യത. ദേവസ്വം ബെഞ്ചിൻ്റെ മുമ്പിലേക്ക് തന്നെയായിരിക്കും ഈ ഒരു വിഷയം എന്തായാലും വരിക എന്നാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ തയ്യാറാക്കാനുള്ള ഒരു ഒരുക്കം ഈ ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ട്. ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പക്ഷേ ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഇല്ല എന്നൊരു വിശദീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. പക്ഷേ ഹൈന്ദവ സംഘടനകൾ അംഗീകരിക്കുന്നില്ല. 19-20 തീയതികളിൽ അപ്രഖ്യാപിത നിയന്ത്രണമാണ് ശബരിമല ദർശനത്തിന് ഏർപ്പെടുത്തുന്നതെന്ന ഒരു നിലപാടിലാണ് ഇവരുള്ളത്. എന്തായാലും ഇതിനെതിരെ നിയമ നടപടികൾ ഉൾപ്പെടെ ഒരുങ്ങുകയാണ് ഈ സംഘടനകൾ. അനുജ, ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിനാലാണ് സാധാരണക്കാരായ ഭക്തർക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗിന് അപ്രഖ്യാപിത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നൊരു ആരോപണം ചില ഹൈന്ദവ സംഘടനകൾ ഉന്നയിച്ചിട്ടുള്ളത്. 19-20 തീയതികളിൽ ഓൺലൈൻ ബുക്കിംഗ് സാധ്യമാകുന്നില്ല എന്നതാണ് ഇവരുടെ പരാതി. എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല, നിയന്ത്രണമില്ല എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.